അത്തറും അറബികളും തമ്മിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ബന്ധമാണ്. നല്ല സുഗന്ധത്തിനു വേണ്ടി എത്ര തുക ചെലവിടാനും അവർ തയ്യാറുമാണ്. ഒമാനിൽ നടക്കുന്ന പെർഫ്യൂം എക്സിബിഷൻ്റെ വിശേഷവുമായി അലി കൂട്ടായി ചേരും. സുഗന്ധം പരന്ന എക്സിബിഷൻ ഹാൾ, ഊതും അത്തറും കണ്ടും കേട്ടും മാത്രം പരിചയമുള്ള ബ്രാൻഡഡ് പെർഫ്യൂമുകളും കുന്തിരിക്കവും, അങ്ങനെ സുഗന്ധത്തിൻ്റെ വലിയ ലോകം. സുഗന്ധപ്രേമികളുടെ മനം കവരുന്നതായിരുന്നു ഒമാൻ പെർഫ്യൂം ഷോയുടെ 6ാം പതിപ്പ്. എട്ട് ദിവസങ്ങളിലായി ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടന്ന മേളയിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. ഒമാനിൽ നിന്നും മറ്റ് അന്താരാഷ്ട്ര വിപണികളിൽ നിന്നുമായി 200-ലധികം സംരംഭകരാണ് പ്രദർശനത്തിൽ പങ്കാളികളായത്. പരമ്പരാഗതവും ആധുനികവുമായ വ്യത്യസ്ത സുഗന്ധങ്ങൾ അനുഭവിക്കാനും പ്രത്യേക ഓഫറിലൂടെ പെർഫ്യൂമുകൾ സ്വന്തമാക്കാനുമുള്ള അവസരമായിരുന്നു സന്ദർശകർക്ക് ലഭിച്ചത്. ഊതിൻ്റെ വെറൈറ്റികളുള്ള പവലിയനുകൾ, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സുഗന്ധങ്ങൾ, അങ്ങനെ സന്ദർശകർക്ക് മേള സുഗന്ധത്തിൻ്റെ മറ്റൊരു അത്ഭുത ലോകമാണ് സൃഷ്ടിച്ചത്. താരതമ്യേന വലിയ വിലയുള്ള ബ്രാൻഡഡ് പെർഫ്യൂമുകൾ ഓഫർ വിലയിൽ സ്വന്തമാക്കിയവരുണ്ട്. പുതിയ സുഗന്ധം തേടിയെത്തിയവർക്ക് അത് കിട്ടിയതിൻ്റെ സന്തോഷവും. ഞാൻ മീര, വാദി കബീറിലാണ് താമസം. മസ്കറ്റിൽ ഇപ്പം 12 ഇയേഴ്സോളമായി. ഒമാൻ പെർഫ്യൂം ഷോയില് പല കൺട്രീസിൻ്റെ പലതരം ഫ്രാഗ്രൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിവേ, ഗുഡ് എക്സ്പീരിയൻസ്, ഗുഡ് ഫ്രാഗ്രൻസ്. പെർഫ്യൂം നിർമ്മാതാക്കളുമായി സംവദിക്കാനുള്ള സെഷനുകൾ, കോഫി കോർണർ, സംഗീത പരിപാടികൾ തുടങ്ങി അനുബന്ധ പരിപാടികളും മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. عندنا تايجر، التايجر خشب طبيعي وتم معالجة بدهن، وهذا صفوة بعض منتجات خشب عود معالج بدهن. كل معظم منتجات بدهن عود كهذا، وحتى مثل هذا. ഒമാന്റെ ആഴത്തിൽ വേരൂന്നിയ സുഗന്ധദ്രവ്യ പൈതൃകത്തിന്റെ സത്തയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ മേളയുടെ ലോഗോ. കുന്തിരിക്കവും പ്രകൃതിദത്ത സുഗന്ധ വസ്തുക്കളുടെയും ഉൽപ്പാദനത്തിൽ GCCയിൽ മുൻപന്തിയിലാണ് ഒമാൻ. പെർഫ്യൂം നിർമ്മാണ കലയിൽ ഒമാന് ചരിത്രപരമായ സ്ഥാനവുമുണ്ട്. യഥാർത്ഥത്തിൽ സുഗന്ധദ്രവ്യ കലയുടെ കളിത്തൊട്ടിലാണ് ഒമാൻ. ദോഫാറിലെ കുന്തിരിക്കം ലോക പ്രശസ്തമാണ്. ജബലഖ്ദർ റോസാപ്പൂക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളും ഇതിന് ചെറിയ ഉദാഹരണം മാത്രം. പുരാതന സുഗന്ധദ്രവ്യ വ്യാപാര പാതകളിലെ ഒമാന്റെ ചരിത്രപരമായ പങ്കിനെ കൂടി ആഘോഷിക്കുന്നതായി മേള മാറി. സുൽത്താനിലേക്കുള്ള നിക്ഷേപവും ടൂറിസത്തിനും ഊർജം പകരുന്ന കൂടിയായി പ്രദർശനം മാറിയെന്നാണ് മറ്റൊരു വിലയിരുത്തൽ.